ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ കേട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിച്ചല്ല, അത് ഇതാണ് സ്പേസ്. ഇവിടെ നമ്മൾ കിടന്നത് ഇന്നലെ. അതിൻ്റെ സൈക്കിൾ അവിടെ ഉണ്ട്. ഇപ്പൊ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൈക്കിൾ ഇറക്കിയിട്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ കിടന്ന അവിടെ നിന്ന് വണ്ടി മാറ്റി കുറേ അങ്ങ് വന്ന് വേറെ റൂട്ടിലേക്ക് വന്നു. കാരണം വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് മാറി. പിന്നെ രാവിലെ തന്നെ പുള്ളി എനിക്ക് ചായയും ഭക്ഷണമൊക്കെ മേടിച്ചെന്ന്. പുള്ളി ഒറ്റ പൈസയും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല. വളരെ സന്തോഷമുണ്ട്. കാരണം ഹായ് ഭയ്യ, ഗുഡ് മോർണിംഗ്. ഓ ചായ वो बहुत हेल्प किया था, बहुत ഇതാണ് ആളുടെ വണ്ടി. ആള് റോഡ് കുഴപ്പമില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്ന കുറച്ചങ്ങ് വന്നു. കാരണം സൈക്കിളിൻ്റെ മറ്റു സാധനം ഒടിഞ്ഞെന്ന് പറയില്ലേ, സൈക്കിൾ ചവിട്ടാൻ പറ്റണ്ട. അതിനടുത്ത് ഒടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ചവിട്ടണം. പക്ഷേ ചവിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാണ്. എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പോണേ. മര്യാദക്ക് എന്നോട് ഇന്നലെ പുള്ളി പറഞ്ഞതാണ്, നീ ഒരു വണ്ടി വിളിച്ചോ, ഞാൻ പൈസ കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞു പിന്നെ ചവിട്ടാനുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നതാണ്. മര്യാദക്ക് വണ്ടിക്ക് പോകുന്ന ഞാൻ തോന്നാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാണോണ്ട് ഭ്രാന്ത് പിടിക്കണം നമുക്ക്. അപ്പോൾ ഞാൻ കാണിച്ചത് എന്താ സംഭവം. ഈ സാധനമില്ല, ഈ സംഭവം ഉണ്ട് ഒടിഞ്ഞു പോയത് ഇവിടെ നിന്ന്. കാരണം ഇത് ഇവിടെ എവിടെയോ സ്റ്റക്ക് വന്നുണ്ട്. ഞാൻ ഓടിക്കാൻ ടൈമിൽ എവിടെയോ എന്തോ ലോക്കാണ്ട് ഓടിക്കാനും പറ്റുള്ള. അതിൻ്റെ ഇടയ്ക്ക് എന്ത് പണ്ടാരോന്നും അറിയില്ല. അപ്പോൾ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെയിലെന്ന് പറയാൻ വേണ്ടി അങ്ങനെ വെയിൽ ചെറിയൊരു ഇതുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പം നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. പിന്നെ ഞാൻ ഇന്നലെ കണ്ടവരെ വിളിച്ചായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് നീ ആനന്ദാകത്തിട്ട് വിളിക്കാൻ പറഞ്ഞു. സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ ഗിയറിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഗിയർ വർക്കാണല്ലോ, ഗിയർ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് ഗിയറിന്. അതൊന്ന് കാണിക്കണം. കാരണം നമുക്കിനി ലേയിലേക്ക് പോകാനുള്ള, ലേ അടക്കാതിരുന്നാൽ മതിയായിരുന്നു. ലേയിലേക്ക് പോകാനുള്ളതെന്ന് വെച്ചിങ്ങനെ. അപ്പോൾ എന്തായാലും ഒന്ന് റിപ്പയർ ചെയ്യണം ഫുള്ള്. നോക്കിയിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാൻ. നമ്മളിപ്പോൾ വന്ന വഴിക്ക്, അതായത് ആനന്ദാഗ് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഒരാളെ കണ്ടുപിടി. കാരണം ഞാൻ മഹാരാഷ്ട്ര എത്തിയ ടൈമിൽ പരിചയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആൾ ഇവിടെ CRPF വർക്ക് ചെയ്യണേ ആനന്ദാഗ് എത്തുന്നതിന് മുമ്പ്. അപ്പോൾ ആള് ഇപ്പോൾ കുറച്ച് CRPFകാർ ഇങ്ങനെ വിളിച്ച് നമ്മളെ ചോദിച്ചു, ഇങ്ങനെ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ നമ്മൾ അഭിജിത്ത് എന്നാണ് ആളുടെ പേര്. ആൾ മഹാരാഷ്ട്ര എത്തിയപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഈ ആനന്ദാഗ് എത്തുമ്പോൾ എന്നെ വിളിക്കണം. അപ്പോൾ ആനന്ദാഗ് എത്തിയ ടൈമിൽ ഞാൻ ആനന്ദാഗ് എത്തുന്ന ടൈമിൽ ഞാൻ വിളിച്ച ആളാണ്. അപ്പോൾ ആൾ പുറത്ത് വന്ന് വളരെ സന്തോഷമായിരുന്നു. ആളെന്നെ അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ശരിക്കും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം പാടില്ല, അത് അവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് കാരണം അവിടെ ഷൂട്ട് ചെയ്യാനായി. അപ്പോൾ ആളെന്നെ കൊണ്ടുപോയി ഫുഡ് മേടിച്ചെന്ന്. ആൾ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സംസാരിക്കുക. പക്ഷേ ആൾക്ക് അതിന് ടൈം ഉണ്ടാകുന്നില്ല. ആൾക്ക് എവിടെ ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈം. ആളെന്നോട് പറഞ്ഞ് സോറി ഏട്ടാ, നീ എന്തായാലും വാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് ഫുഡ് എടുത്ത് തന്ന്, ക്യാമ്പിലെ ഫുഡൊക്കെ എടുത്ത് തന്നിട്ട് കഴിച്ചിട്ട് നീ ആവശ്യത്തിന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഫുഡ് വന്നിട്ട് പുള്ളി പോയി. കാരണം ആളുടെ ഫോട്ടോ അതിൽ കൊടുത്തേക്കാട്ടെ. കാരണം പുള്ളിനോട് അധികം നേരം സംസാരിക്കാൻ പറ്റില്ല. കണ്ടിന് വളരെ സന്തോഷം. കാരണം മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ്. അതായത് ഓഗസ്റ്റ് ലാസ്റ്റ് എത്തുന്നതിനൊക്കെ മുമ്പാണ് നമ്മളവിടെ കണ്ട ആളെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇവിടം വരെ എത്തിയിട്ട് ആളെ വിളിച്ച് കാണാനും പറ്റി. വളരെ സന്തോഷം തന്നെയാണത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആനന്ദാഗിലേക്ക് പോകാം. സൈക്കിള് റെഡിയാക്കാനുണ്ട്. ഇപ്പോൾ തന്നെ വൈകി. എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചതിൻ്റെ ഇതായിട്ട് അദ്ദേഹിച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളാർന്ന ഒരു ഫ്ലാഗ് ഒടിഞ്ഞു പോയി. ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇന്നലെ വണ്ടി കയറ്റിയപ്പോൾ ഞാൻ അടുത്ത് ഊരി മാറ്റിയതാണ്. അപ്പോൾ ഇനി പോകണമെങ്കിൽ ഒരു ഫ്ലാഗ് കൂടെ നോക്കണം. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ മറ്റേ ജാക്കറ്റ് ബാഗിലുണ്ടാവും, അതെടുത്ത് ഇടാലാന്ന് കഴിച്ചു മറന്നു പോയത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ റെഡിയാക്കാൻ വേണ്ടി പോണ ടൈമിലാണ് ഒരാളെ കണ്ടത്. ഹായ്. Hello. What's your name? My name is Willy. Okay, I'm from Austria, Yeah. the middle from Europe. It's a small country in the near Germany. It's the biggest country. Okay, how's Yeah. your ride?
Right now from Delhi to Guna, Rishikesh, Shimla, Kargil, Leh, Kargil, sorry, Srinagar, Palawan, and here. ആളുടെ സൈക്കിളാണ്ടത് ഈ കാണുന്ന. ആള് ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ വന്നേക്കണ. Nice to meet you. Nice to meet you, bro. Nice to meet you too. Have a good trip. Yeah, sure. Okay, see you. നമ്മളിപ്പോൾ ആ പുള്ളീനെ കണ്ട് നേരെ റൈറ്റിലേക്ക് തന്നെ വേറെ കളക്കണ്ട നമ്മളെ പേരെങ്ങനെ? ബഗീഷ്. എവിടെ നാട്ടിലോട്? സ്വന്തം കോഴിക്കോടാണ്. കോഴിക്കോടാണ്. അതായത് കണ്ണാടിക്കൽ സ്വന്തം വീട്. അല്ലേ? കണ്ടതിൽ വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം. ഇല്ല, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കും. അല്ലേ? ആ ഡ്യൂട്ടിയിലാണ്. ഇപ്പൊ നമ്മള് ആനന്ദാഗിലെത്തിയിട്ട് നമ്മുടെ സൈക്കിളിലെ ഈ സാധനം മാറ്റിയിട്ടാ. ഈ സാധനമില്ലേ, ഇത് മാറ്റിയതിന് 300 രൂപ ഇതിന്. എന്തായാലും വളരെ ഉപകാരമായി സാധനം മാറ്റിയത്. പിന്നെ സൈക്കിളിലെ ഇത് അയച്ച് മാറ്റേണ്ട, അതിൻ്റെ കമ്പിയില്ലേ കണ്ടില്ലേ, സൈക്കിളിലെ കമ്പി ഒരു 4-5 എണ്ണം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണം. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കണ്ടില്ലേ സൈക്കിൾ ഇങ്ങനെ കമ്പത്തി വെച്ചേക്കുന്നത്. കാരണം നമ്മളിനി ആനന്ദാഗിന്ന് ഇവിടെ റെഡിയാക്കി എന്നിട്ട് നേരെ പോണത് നമ്മൾ ശ്രീനഗറിലേക്കാണ്. അപ്പോൾ ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ഇത്ര നേരം നല്ല തണുപ്പാർന്ന്. പിന്നെ ലേയിലേക്ക് പോണ വഴിക്കും നല്ല തണുപ്പുണ്ടെന്നാണ് പറഞ്ഞാൽ. സ്നോഫോളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. നമ്മുടെ ഒരു ബ്രോ വിളിച്ചായിരുന്നു. മറ്റേ ഞാൻ പറഞ്ഞു പാലക്കാടുള്ള നമ്മുടെ അൽഫാർ ബ്രോ, പുള്ളി വിളിച്ചാറുണ്ടാവുന്നു. അപ്പോൾ ഏതായാലും നോക്കണം. ഞാനിപ്പോൾ അവിടെ നിന്ന് പോകുന്നു. സൈക്കിളൊക്കെ റെഡിയാക്കി, കുഴപ്പമില്ല. അതിൻ്റെ മറ്റേ ആ പിറ്റുപോയ സാധനവും മാറ്റി. പിന്നെ കമ്പി ഒരു 5 എണ്ണം ഒന്നും മാറ്റാണ്ടാണ്. അപ്പോൾ അത് മാറ്റി അവിടെ നിന്ന് പോകുന്നു. ഷൂട്ട് ചെയ്യാൻ അധികം നിന്നില്ല അവിടെ. പിന്നെ ഭയങ്കര തണുപ്പാണ്ട് ഇവിടെ. അവിടെ ഉച്ച ടൈം ആയതുകൊണ്ട് ഭയങ്കര ചൂടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തണുപ്പും ഉണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്ക് ക്ലൈമറ്റ് അങ്ങാട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാണ്ട് ഇല്ലേ. വണ്ടിയൊക്കെ റോങ് സൈഡിൽ കൂടെ എടുത്തു തന്നെ. ഇപ്പുറത്ത് വഴിയുണ്ട്, ഇപ്പുറത്തൂടെ എടുക്കുള്ളൂ മാരൊക്കെ. പിന്നെ നോക്കിയാൽ ഫുള്ള് കോടയുണ്ടാ. കോട വന്നുകൊണ്ടിരിക്കണം. നല്ല തണുപ്പുണ്ട് ഇവിടെ. രക്ഷയില്ല. ഞാൻ ഈ സാധനം ഇട്ടിട്ടും എനിക്ക് തണുപ്പുണ്ട്. എന്നാലും ഒരു ജാക്കറ്റ് ഇവിടെ ഉണ്ട്, അതെടുത്തിടണം. എന്തായാലും നമുക്ക് ശ്രീനഗറിലേക്ക് പോണ റൂട്ടിലായിപ്പോൾ ഉള്ളത്. അപ്പം അങ്ങാട് പോയിക്കൊണ്ടിരിക്കണേ. ഞാനിപ്പോൾ വന്ന വഴിക്കൊരു ടോളുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഹായ് ഭയ്യ, ഹായ് പോലോ. അതന്നെ അവിടെ ഇടിയൊക്കെ കിടപ്പുണ്ട്. ടോളിൽ നല്ല ഇടി കിടപ്പുണ്ട് അവിടെ. എന്തോ ഇതാണെന്ന് അറിയില്ല. നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചാൽ ഏകദേശം ഇനി 40 കിലോമീറ്റർ എന്തോ ഉണ്ട് ശ്രീനഗറിലേക്ക്. അപ്പോൾ രാവിലെ എണീച്ച് പോകാമെന്ന് വെച്ചാൽ അവിടെ നല്ല തണുപ്പായിരിക്കും. എന്നാലും എണീച്ച് പോകേണ്ടി വരും. നമുക്ക് യാത്ര അങ്ങോട്ടേക്ക് തിരിക്കണം. പിന്നെ നൈറ്റ് യാത്ര ശരിയല്ല, വെളിച്ചവും ഇല്ല. പിന്നെ വണ്ടി ഇഷ്ടംമാതിരി വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം നല്ല പണിയാണെന്ന പുള്ളി പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ തങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതാണ് തോന്നി. നമ്മളിപ്പോൾ ടോളിലാണ് കിടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ടോളിൽ കിടക്കാനുള്ളത് രണ്ടാണ്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരിപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു. ഫുഡ് ഇവരുണ്ടാക്കിയ ഫുഡാണിത്. 2 ഭക്ഷണം. റൈസാണിത്, മസാല റൈസ് ആണ്ടാ. വളരെയധികം സന്തോഷമുണ്ട് ഇതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടണേന്. നമുക്കിങ്ങനെ താമസിക്കാൻ സ്ഥലം കിട്ടിയതിനും വളരെ സന്തോഷമുണ്ട്. കാരണം ഇനിയിപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ പുറത്ത്. ഇവിടെ അകത്ത് കുഴപ്പമില്ല, പുറത്ത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ എന്തായാലും നല്ല ചൂടുള്ള റൈസാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.